മുംബൈയിൽ കുറഞ്ഞ ചെലവിൽ പരീക്ഷണ നാടകങ്ങളുമായി ലിറ്റിൽ തിയേറ്റേഴ്സ് എന്ന നാടക സൗഹൃദ കൂട്ടായ്മ ശ്രദ്ധ നേടുന്നു. കല്യാൺ സെൻട്രൽ കൈരളി സമാജവേദിയിൽ അവതരിപ്പിച്ച 4 ലഘുനാടകങ്ങൾക്കും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഏറ്റവും പരിമിതമായ സ്ഥലത്തും കളിക്കാവുന്ന രീതിയിലാണ് ഈ നാടകങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നാടക നിർമ്മാണത്തിന്റെയും അവതരണത്തിന്റെയും സാമ്പത്തിക ചെലവുകളെ ചൊല്ലി ചർച്ചകൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് കുറഞ്ഞ ചെലവിൽ പരീക്ഷണ നാടകങ്ങളുമായി ലിറ്റിൽ തിയേറ്റേഴ്സ് മുംബൈ ശ്രദ്ധ നേടുന്നത്. ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടും നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ആ നാടകത്തിന് ഒരിക്കലും ഒരു വേദി പോലും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായില്ല. അത് പ്രധാനമായിട്ട് ഇന്ന് ബോംബെ പോലുള്ള ഒരു സ്ഥലത്ത് ഒരു സംഘാടകർ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ പോലും ഒരു വേദി തരണമെങ്കിൽ 1 ലക്ഷത്തിൽ കൂടുതൽ രൂപ ചെലവാണ്. 4 നാടകങ്ങൾ, വ്യത്യസ്തമായ പ്രമേയങ്ങൾ. കുഞ്ഞുണ്ണി മാസ്റ്റർ കുറിപ്പിനെ ആധാരമാക്കി അവതരിപ്പിച്ച ശങ്കുണ്ണി, ജയപ്രകാശ് കുളൂർ രചിച്ച ഇത് കരുണാകരന്റെ വീടല്ല ചോരണ വീട് എന്നീ നാടകങ്ങൾ കൂടാതെ KV ഗണേഷ് എഴുതിയ സുജാത ഒരു പെൺപിറവിയുമാണ് അരങ്ങേറിയത്. അരങ്ങിലും അണിയറയിലുമായി വിസ്മയിപ്പിച്ചവർ KV രാമകൃഷ്ണൻ, PR സഞ്ജയ്, ശീതൾ, ഷൈനി, രശ്മി എന്നിവരാണ്. ശബ്ദവും വെളിച്ചവും ഏകോപനവും മാത്രമല്ല രംഗസജ്ജീകരണവും നിർവഹിച്ചത് ഈ 5 അംഗ നാടക പ്രവർത്തകരാണ്. കല്യാൺ സെൻട്രൽ കൈരളി സമാജമാണ് വേദിയൊരുക്കിയത്. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം മുംബൈയിലുള്ള കലാകാരന്മാർക്ക് ഈ കലയെ പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. അവർക്ക് അവസരം നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ സെക്രട്ടറി പോൾ പറപ്പള്ളി നാടക പ്രവർത്തകരെ ആദരിച്ചു. പ്രൊസീനിയം നാടകങ്ങൾ കണ്ടുശീലിച്ച മുംബൈയിൽ കാണികളെയും പങ്കെടുപ്പിക്കുന്ന ഇന്റിമേറ്റ് തിയേറ്റർ പരീക്ഷണങ്ങൾക്കാണ് ലിറ്റിൽ തിയേറ്റേഴ്സ് തുടക്കമിടുന്നത്. യാതൊരു സാങ്കേതിക സംവിധാനവുമില്ലാതെ ഏറ്റവും പരിമിതമായ സ്ഥലത്ത് കളിക്കാവുന്ന രീതിയിലാണ് ഈ നാടകങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മുംബൈയിലെ സജീവ നാടക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഖാർഗർ കേരള സമാജത്തിന്റെ നാടക പ്രവർത്തകരാണ് ലിറ്റിൽ തിയേറ്റേഴ്സ് എന്ന നാടക സൗഹൃദ കൂട്ടായ്മയുടെ അണിയറ ശില്പികൾ. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.